ഒരു ദിവസം 500 അല്ലെങ്കിൽ ഒരു 1000 രൂപ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ? അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താലാണ് നമുക്ക് ഈ രീതിയിൽ ഒരു ദിവസം 500 മുതൽ ഒരു 1000 രൂപ വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുക? ഒരുപാട് പേര് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ചെറിയ ചെറിയ ടിപ്പുകളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് എത്ര പെർസെൻറ്റേജ് വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ആവശ്യമെന്നറിയോ? നിങ്ങൾക്ക് 80% 90% വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജീസ് ഒന്നും ആവശ്യമില്ല. ഒരു 40ക്കും 50ക്കും ഇടയിൽ 40%നും 50%നും ഇടയിൽ വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അത്രയും വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം, ലോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റിക്കവർ ആവുകയും ചെയ്യും. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 1 lakh യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ട്രേഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആ മാർക്കറ്റിൽ ഒരു 1% അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ 1% മൂവ് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഈ പറയുന്ന രീതിയിലുള്ള 1000 രൂപ പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. ഇനി അതല്ല, നിങ്ങളൊരു 1000 രൂപ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾ അതിലൊരു 10x ലിവറേജ് എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഒരു 10% മൂവ് ആ ഒരു ട്രേഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 1000 രൂപ ഓൾറെഡി പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ലിവറേജ് എടുക്കുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ, നമ്മുടെ ലിവറേജ്, നമ്മുടെ ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ്, നമ്മളൊരു ട്രേഡിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ലിവറേജാണ്. ലിവറേജിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ഹയർ ടൈം ഫ്രെയിംസിൽ ട്രേഡ് എടുക്കുമ്പോൾ, ഒരു 15 മിനിറ്റിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ, മുകളിലേക്കുള്ള ടൈം ഫ്രെയിംസിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു 5x 5x മുകളിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക, ലിവറേജ് എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 മിനിറ്റ്സിലും 5 മിനിറ്റ്സിലും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 0.2% അല്ലെങ്കിൽ 0.5% ആ രീതിയിലായിരിക്കും നമ്മുടെ ടാർഗറ്റ് വരുന്നത്. പക്ഷേ നമ്മളൊരു 4 അവറിലും അല്ലെങ്കിൽ 2 അവർ 4 അവറിലൊക്കെ നമ്മളൊരു പ്രോഫിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ വളരെ വലിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ വളരെ വലിയ പെർസെൻറ്റേജ് ആയിരിക്കും, 17%, 20% ഒക്കെ ആയിരിക്കും നമുക്കവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിംസ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് മാത്രമല്ലല്ലോ ട്രേഡിങ്ങിലുള്ളത്. അഥവാ ലോസ് ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ വലിയൊരു ലോസും ഒരു ട്രേഡിൽ നമുക്ക് സംഭവിക്കും. അപ്പോൾ ഒറ്റ ട്രേഡിൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് പകുതിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5x അല്ലെങ്കിൽ അതിന് താഴേക്ക് മാത്രം ഒരു ഹയർ ടൈം ഫ്രെയിംസിൽ ലിവറേജ് യൂസ് ചെയ്യുക. നിങ്ങൾ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 5x ഒക്കെ യൂസ് ചെയ്തു, അല്ലെങ്കിൽ 5x അല്ലെങ്കിൽ 10x ഇടയിൽ, 10x മുകളിലേക്ക് പോകേണ്ട, അത് വളരെ റിസ്ക്കിയാണ്. 5x 10x ഇടയിലുള്ള ലിവറേജ് നിങ്ങൾ സ്കാൽപ്പിങ്ങിലൊക്കെ യൂസ് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ലിവറേജ് യൂസ് ചെയ്യുന്നത് വളരെ വളരെ റിസ്ക്കിയാണ്. ഇനി അതല്ല, നിങ്ങൾ 20x 50x ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ വലിയ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലക്ക് മാത്രമാണെന്ന് വിചാരിക്കുക. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് റിസ്ക് റിവാർഡ് റേഷ്യോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ട്രേഡിൽ എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾ റിസ്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ 1% ആണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്, ആ ഒരു ട്രേഡിൽ നിങ്ങൾ 1% മാത്രമേ നഷ്ടം വരുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ടാർഗറ്റ് നോക്കുന്നത് ഒരു 1.5% ആണ്, അല്ലെങ്കിൽ ഒരു 2% ആണ് നിങ്ങൾ ടാർഗറ്റ് നോക്കുന്നതെന്ന് വിചാരിക്കാം. അവിടെ നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതായത് 1% നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും 2% നിങ്ങളുടെ ടാർഗറ്റും. അപ്പോൾ അവിടുത്തെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഈ രീതിയിലാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പല വീഡിയോകളിൽ നമ്മൾ 1.5 ആണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ പറയാറുള്ളത്. അതായത് 1:1.5 ആണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ പറയാറുള്ളത്. ഈ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും. നിങ്ങളൊരു 10 ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചുകൊണ്ട് നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുകയാണ്. ആ ഒരു 10 ട്രേഡിൽ ആദ്യത്തെ 6 എണ്ണവും ലോസ് ആയെന്ന് വിചാരിക്കാം. ഓരോ ട്രേഡിലും 1% ലോസ് വന്ന് അങ്ങനെ 6 ട്രേഡ് നിങ്ങൾക്ക് ലോസ് ആയെന്ന് വിചാരിക്കാം. ബാക്കിയുള്ള ഒരു 4 ട്രേഡ് നിങ്ങൾ വിൻ ചെയ്തു എന്ന് വിചാരിക്കാം. 1.5% വെച്ചിട്ട്
ബാക്കിയുള്ള 4 ട്രേഡ് നിങ്ങൾ വിൻ ചെയ്തു എന്ന് വിചാരിക്കാം. ആ 10 ട്രേഡ് അവസാനിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ 1% എന്നുള്ളത് 10 ആക്കുന്നുണ്ട്, 10% ആക്കുന്നുണ്ട്, 1.5 എന്നുള്ളത് 15% ആക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ മാത്രമാണ്. ആരും തന്നെ 10% ഒന്നും ഒറ്റ ട്രേഡിൽ റിസ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു $100 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, ഒരു $100 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ലോസായി, ഒരു 10% ലോസായി. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $90. ആ $90 നിന്നും വീണ്ടും നമുക്ക് ഒരു 10% ലോസ് വരുമ്പോൾ $91 നമ്മുടെ ക്യാപിറ്റൽ മാറാണ്. വീണ്ടും ഒരു ലോസ് വരാണ്, വീണ്ടും ഒരു 10% ലോസ് വരാണ്. നമ്മുടെ ക്യാപിറ്റൽ 81.9 വീണ്ടും 10% ലോസ് വന്നു കഴിഞ്ഞാൽ 73.71 ആവും. അവിടെ നിന്ന് വീണ്ടും 10% ലോസ് ആയി കഴിഞ്ഞാൽ 66.33 ആവും. വീണ്ടും 10% ലോസ് ആയി കഴിഞ്ഞാൽ 59.70 ആവും. അപ്പോൾ ഒരു 6 ട്രേഡ്, ആദ്യത്തെ 6 ട്രേഡ് അടുപ്പിച്ച് ലോസ് ആയപ്പോൾ തന്നെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100-ൽ നിന്ന് 59.77 ആയിട്ടുണ്ട്, 70 ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ തിരിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചുകൊണ്ടുള്ളൊരു 4 ട്രേഡും കൂടെ മതി. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 59.70 എന്നുള്ള ക്യാപിറ്റൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു 15% നിങ്ങൾ വിൻ ചെയ്യാണ്. ഇതേ റിസ്ക് റിവാർഡ് റേഷ്യോ 10% ലോസും അല്ലെങ്കിൽ 10% റിസ്ക്കും 15% ഒരു ടാർഗറ്റും വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണ്. 59.70 നിങ്ങളുടെ ക്യാപിറ്റൽ. ആ ട്രേഡ് വിൻ ചെയ്തു, 15% നിങ്ങൾ വിൻ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ 68.655 ആയിട്ട് ഉയരുകയാണ്. ആ 68.655 വെച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും ട്രേഡ് ചെയ്യാണ്, വീണ്ടും ആ ട്രേഡ് വിൻ ചെയ്യാണ്. 78.95 ആയിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ വീണ്ടും ഉയരാണ്. വീണ്ടും നിങ്ങൾ ആ 78.95 വെച്ച് ട്രേഡ് ചെയ്യാണ്, വീണ്ടും 15% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാണ്. 90.79 നിങ്ങളുടെ ക്യാപിറ്റൽ ഉയരാണ്. വീണ്ടും ആ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാണ്, വീണ്ടും നിങ്ങളൊരു 15% വിൻ ചെയ്യാണ്. 104.40 ആയിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ മാറാണ്. അപ്പോൾ ആദ്യത്തെ 6 ട്രേഡിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള പൈസയും ഒരു $4 പ്രോഫിറ്റും നമുക്ക് ഈ ഒരു 4 ട്രേഡിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിൻ റേറ്റ് എന്ന് പറയുന്നത് 40% ആണ് നമ്മുടെ വിൻ റേറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 1% 5 റിസ്ക് റിവാർഡ് റേഷ്യോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഒരു 40% വിൻ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. ഇനി അതല്ല, ഈ 6 ട്രേഡ് എന്നുള്ളത് ഒരു 7 ട്രേഡ് 8 ട്രേഡൊക്കെ അടുപ്പിച്ച് ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ പലരും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി, എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ ആണെന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ ഈ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ ഫോളോ ചെയ്യണം. ഒന്നുകിൽ ആ ടാർഗറ്റ് എത്തുന്നവരെ, നിങ്ങളൊരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ടാർഗറ്റ് ഹിറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിനിടയിൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്ട്രാറ്റജി കൊണ്ടോ യാതൊരു വിധ ഗുണവും ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണ്, നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണ്, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങളൊരു എൻട്രി എടുക്കുകയാണ്, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടണം അല്ലെങ്കിൽ എത്ര ലോസ് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് വരും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞു. പിന്നെ ആ തീരുമാനങ്ങൾ നമ്മൾ രണ്ടാമത് മാറ്റാനായിട്ട് നിൽക്കരുത്. അതായത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് കുറച്ചൊന്ന് താഴേക്ക് വരുമ്പോഴേക്കും അത് എക്സിറ്റ് ആവുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് താഴേക്ക് പോകുമ്പോഴേക്കും അത് എക്സിറ്റ് ആവുക, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോഴേക്കും എക്സിറ്റ് ആവുക, ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോഴേക്കും എക്സിറ്റ് ആവുക. ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മളൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു പ്രോഫിറ്റ് ആക്സെപ്റ്റ് ചെയ്യാനും ആ ലോസ് ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ യൂസ് ചെയ്യുന്നത് കൊണ്ടോ ഉപകാരമുള്ളൂ. പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്. നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊന്ന് മുകളിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കറക്ഷൻ സംഭവിക്കുമ്പോഴേക്കും പലരും പാനിക്കാവും. ഇതിപ്പോൾ ലോസ് ആവാൻ പോവുകയാണോ, അല്ലെങ്കിൽ ഇത്രയും നേരം എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് നഷ്ടമാവുമോ എന്നുള്ള ചിന്ത കൊണ്ട് പലരും അത് എക്സിറ്റ് ആവും. പിന്നീടാവുമ്പോൾ ആ ടാർഗറ്റ് വീണ്ടും ഹിറ്റായിരിക്കുക. അതുപോലെ തന്നെയാണ് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം. സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ചിലർ അത് എക്സിറ്റ് ആവും. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ വീണ്ടും അത് തിരിച്ച് കയറുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ, നമ്മൾ വെക്കുന്ന പ്രോഫിറ്റ് ആയാലും നമ്മൾ വെക്കുന്ന ടാർഗറ്റ് ആയാലും സ്റ്റോപ്പ് ലോസ് ആയാലും അത് ഹിറ്റ് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡായി മാറുകയുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ വലിയൊരു ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതും ഒരു ട്രേഡർ എന്നുള്ള നിലയിൽ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡാണ്. നമ്മൾ അവിടെ റിസ്ക് മാനേജ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ട്രേഡിൽ നമുക്ക് ആ ഒരു റിസ്ക് റിക്കവർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ടാർഗറ്റും നമ്മളൊരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനിടയിൽ വെച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കാതിരിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം വെച്ച് നോക്കിയിട്ട് നമ്മളൊരു എൻട്രി എടുക്കുകയാണ്. നമ്മളതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലിലോ റെസിസ്റ്റൻസ് ലെവലിലോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഹൈലോ സ്വിംഗ് ലോയിലോ ഒക്കെ ആയിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസും വെക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഓക്കെയാണ്, ലോസ് ആണെങ്കിൽ തന്നെ ഇത്ര ലോസ് നമുക്ക് ഓക്കെയാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ ആ ട്രേഡ് നോക്കിയിരുന്നതുകൊണ്ട്, ആ ക്യാൻഡിൽ ഓരോന്ന് ഫോം ആവുന്നത് നോക്കിയിരുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവും? ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ പേഴ്സണലി ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എൻട്രി എടുത്തു കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിൻഡോ ക്ലോസ് ചെയ്യാണ് പതിവ്. ആ വിൻഡോ ക്ലോസ് ചെയ്ത് ബാക്കി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളാണ്, ഇപ്പോൾ യൂട്യൂബിലേക്ക് അടുത്ത വീഡിയോയുടെ കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമകൾ കണ്ടിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ അമ്മയായിട്ട് സംസാരിച്ചിരിക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഞാൻ ചെയ്യാറുള്ളത്. പിന്നീട് കുറച്ച് നേരം കഴിയുമ്പോൾ 50 മിനിറ്റ്സിലാണ് നമ്മൾ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ രാവിലെയാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളതെങ്കിൽ ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും വന്ന് നോക്കാം ആ ടാർഗറ്റ് ഹിറ്റായോ സ്റ്റോപ്പ് ലോസ് ഹിറ്റായോ എന്നൊക്കെ. ഇനി സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റാവുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു റിവഞ്ച് ട്രേഡിന് നിങ്ങൾ നിൽക്കാതിരിക്കുക. എന്താ പറയുക, നിങ്ങൾക്ക് അന്ന് തന്നെ ആ നഷ്ടപ്പെട്ടിട്ടുള്ള എമൗണ്ട്, ഇന്ന് ലോസ് ആയിട്ടുള്ള എമൗണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടമായിരിക്കും സംഭവിക്കാം. ഇനി ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒരു ട്രേഡും കൂടി എടുക്കാം, കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, ആ ഒരു മൈൻഡും ഒഴിവാക്കാം. പതുക്കെ കയറിയാൽ മതി. നമുക്ക് ആക്രാന്തം പാടില്ല. നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇന്ന് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്, ഇനി നാളെ നോക്കാം, ആ ഒരു മൈൻഡിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ റിവെഞ്ച് ട്രേഡ് എടുക്കാൻ നിന്നപ്പോഴും അതുപോലെ തന്നെ കൂടുതൽ പ്രോഫിറ്റ്, ഒരു ദിവസം തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് പലതവണ നഷ്ടം വന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ പല സമയത്തും നഷ്ടമാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ മൈൻഡിന് നമ്മളൊരു കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ റിവെഞ്ച് ട്രേഡ് എന്നൊക്കെ പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ അങ്ങോട്ട് പോകും. എന്താ പറയുക, നമുക്ക് ഇന്ന് ലോസ് ആയത് ഇന്ന് തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരും. പ്രധാനമായിട്ടും ഈ ലോസ് വരുമ്പോൾ നമ്മൾ ഹയർ ലിവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ്, ഒരു 10x ഒക്കെ ലിവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് വളരെ വലിയൊരു ലോസ് വരാം. അപ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു റിവെഞ്ച് ട്രേഡിനുള്ള ഒരു മൈൻഡ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാശത്തിലേക്കാണ് അതിൻ്റെ പോക്ക്. അതൊരിക്കലും ചെയ്യാതിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു $100 വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു $100 മുഴുവൻ നിങ്ങളൊരു ട്രേഡിൽ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾ ആ ഒരു ട്രേഡ് മാത്രം എടുത്താൽ മതി. ഇനി അതല്ല, നിങ്ങൾ $100 ഡിവൈഡ് ചെയ്ത് 4 ഡിവൈഡ് ചെയ്ത് 25 ആയിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 4 ട്രേഡൊക്കെ എടുക്കാം. പക്ഷേ ആ ക്യാപിറ്റൽ എമൗണ്ട് മൊത്തം യൂസ് ചെയ്ത് നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം ആ ഒരു ട്രേഡ് മാത്രം മതി. അത് വീണ്ടും ആ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും വീണ്ടും ആ ട്രേഡ് എടുക്കുന്നത് അത്രത്തോളം ഒരു നല്ല കാര്യമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസായി നമ്മൾ പക്കയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ, നമുക്ക് മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഒരു ദിവസം 5 10 എത്ര ട്രേഡ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമ്മളൊരു സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് എടുത്താൽ മതി. ആ ദിവസത്തെ ട്രേഡിൽ നമ്മൾ ലോസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കും, പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വേണം അടുത്ത ദിവസം, ഇപ്പോൾ ലോസ് ആണെങ്കിൽ ആ ലോസ് അടുത്ത ദിവസം നമ്മൾ വരുത്താതിരിക്കാൻ ശ്രമിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ട്രേഡിങ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ വേണം, പ്രോപ്പറായിട്ടുള്ള ലിവറേജ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ എമൗണ്ടും കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു 500,000 സ്റ്റാർട്ടിങ്ങിൽ തന്നെ 500,000 കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, പതുക്കെ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് എത്ര നല്ലൊരു വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പോലും, നമ്മൾ എത്ര നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് റേഷ്യോ മാനേജ് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക, കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് നിങ്ങളുടെ ലൈക്കുകളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.